ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന നേരത്തെ അരി ഇടേണ്ട സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ എടുത്ത് കഴുകി അരി ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു തിങ്കളാഴ്ചത്തെ വീഡിയോ എന്ന് തോന്നിട്ട് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ഞായറാഴ്ച വെച്ച് ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി രാവിലെ വലിയ പണിയില്ല. പിന്നെ എനിക്ക് ദോശ ഉണ്ടാക്കണം, ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് കാലത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കര മഴയൊക്കെ ഉണ്ട് കേട്ടോ, കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നത് ചൂടാക്കി വെക്കാം കേട്ടോ കാലത്തിന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് ചൂടാക്കണം. അപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ചൂടാക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായ കാലത്ത് കഴിക്കും കേട്ടോ. എന്നിട്ട് വശന് ചായ കുടിക്കും. അപ്പം ഇനി അടുത്ത ആൾക്കാർക്കുള്ള ചായ കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെറുതെ പുറത്തുനിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ചാറുണ്ടായിരുന്നു, നല്ല ചാറ്റൽ മഴയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാരും വന്നിട്ട് കാറ്റും മഴ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റും മഴ തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കാറ്റ് വീശുമ്പോൾ ഭയങ്കര പേടിയായിട്ട് വല്ല മരം വീഴണോ എന്നൊക്കെയുള്ള പേടിയാണ് കൂടുതൽ കാറ്റ് വീശുമ്പോഴൊക്കെ. ഇടിവെട്ടില്ല കേട്ടോ. അതിൽ ആ വർഷം എന്ന് പറഞ്ഞിട്ട് ഇടിവെട്ടേ ഇല്ല. മറ്റേത് ഇടിവെട്ടി മഴയാണ് പെയ്യാറ്. ഇപ്പം ഇടിവെട്ടേ ഇല്ല. ഈ കാറ്റും മഴയും മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ അകത്ത് നല്ല ചോർച്ചയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചോർന്ന വെള്ളം വീണ് കിടക്കണ്ടായിരുന്ന നോക്കാണ്ട് ചവിട്ടിയിട്ട് കാലത്തന്നെ ഒരു വീഴ്ച കഴിഞ്ഞു. അപ്പോൾ വലിയ അപകടം പറ്റിയില്ല, തട്ടലും മുട്ടലും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് വന്ന് പിന്നെ പിള്ളേർക്ക് പോകേണ്ട സമയമായപ്പോൾ തന്നെ വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ മൂത്താൾ ചോറുണ്ട് കേട്ടോ പോയത്. ചോറ് മതിയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആൾ പോകുമ്പോൾ അവന് ദോശ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവൻ ചോറ് കൊണ്ടുപോകാറില്ല, സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുമല്ലോ. അപ്പോൾ അവൻ ചോറ് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇത് ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് 2 ദോശ എടുത്തിട്ട് അവന് പിന്നെ വാരി കൊടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ട് തന്നെ കഴിക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് വാരി തരാമെന്നാണ്. അങ്ങനെ കറിയൊക്കെ എടുത്ത് വിളമ്പി കഴിച്ച് 9 മണിയായപ്പോൾ അവരും പോയി. പിന്നെ പിന്നെ ഉച്ചയ്ക്കിലേക്കാണ് കേട്ടോ എനിക്ക് കൂട്ടാൻ പണി നോക്കേണ്ടത് രാവിലത്തെ. പിന്നെ മഴയെ കാരണം പിന്നെ പുറത്തേക്കേ ഇറങ്ങാൻ മടിയാവുക ഓരോന്നിനും. മഴയെ കാരണം ആകെ ചീഞ്ഞ് പിടിച്ച് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ദോശയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരെ സ്കൂളിൽ പറഞ്ഞയച്ച് പിന്നെ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേത് മഴയും കാറ്റ് വന്നപ്പോൾ കറണ്ട് പോകും. അപ്പോൾ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അവിടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കിലേക്കുള്ള കൂട്ടാൻ ഇപ്പോൾ കാലത്തന്നെ കേട്ടോ വെച്ചത്. ഞാൻ ചോറുണ്ടത് ദോശയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. നമുക്ക് നാളെ അരച്ചില്ലെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് പരിപ്പ് ഞാൻ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ വെച്ചിട്ട് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തു ആദ്യം കുറച്ച് വേവായിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളിയും പച്ചമുളക് വേപ്പിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുളി വേണ്ടവർക്ക് പുളി പിഴിയാട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ പുളി പിഴിഞ്ഞിട്ടില്ല കേട്ടോ. തക്കാളി പരിപ്പൊക്കെ വെന്തതിന് ശേഷം കേട്ടോ പുളി ഉപ്പൊക്കെ ഇട്ടത്. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിക്കയിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയാണ് കേട്ടോ. നാളേര് അരയ്ക്കാണ്ട് ഇതിലിപ്പോൾ ഇത്തിരി നാളേര് അരച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയിലത്തെ പരിപ്പ് കറി റെഡി ആയിട്ട്. അപ്പോൾ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.